ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അമ്മാമ്മയുടെ ഒരു കുക്കർ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയി മാറ്റണം. അപ്പോൾ നമ്മൾ പിട്ടാപ്പിളി ഏജൻസീസിലാണ് പോകുന്നത്. അവിടെ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞു. വാറണ്ടി വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി മേടിക്കണം. സോ എന്താവുന്നുള്ളത് പോയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ പിട്ടാപ്പിളിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. നമ്മൾ പിട്ടാപ്പിളി എത്തിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നോക്കാം. അടുത്ത കളിച്ചപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയി പറയാം. നമ്മളങ്ങനെ പിറ്റാപ്പിളി പോയി വന്നു. അപ്പോൾ അവർ കുക്കർ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് ഹോക്കിൻസിൻ്റെ ബ്രാൻഡ് ഇപ്പം ഇല്ല എന്നോ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവിടെ നിന്നാണ് അമ്മാമ്മ പോയി മേടിച്ചേക്കണേ. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ അടുത്ത് ഇപ്പോൾ ഹോക്കിൻസ് ഇല്ല. അപ്പോൾ അവർ ഹോക്കിൻസ് കമ്പനിക്കാർ വിളിച്ച് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞേക്കണേ. സാധനം അവിടെ മേടിച്ച് വെച്ചു. നാളെക്കുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് വിളിച്ചില്ലെങ്കിൽ പോയി അവരെ വിളിച്ച് ചോദിച്ചിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. സോ ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഒരു സംഭവം പറയാനുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ജോബ് ഓഫർ വന്നു ഗൈസ്. യെസ്, ഇപ്പം പണിക്ക് കയറിയിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് വേറൊരു ഫാമിൽ നിന്നുള്ള ഓഫർ വന്നു. സോ എന്തായാലും ഇവിടെ കയറിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവരെ ഇട്ടേച്ച് പോകാനൊന്നും പറ്റൂല. കാരണം ഇതാണെങ്കിൽ പുതിയ ഫാമാണ്. ഇവിടുത്തെ ഓണേഴ്സിന് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. നമുക്ക് ഇട്ടേച്ച് പോകാൻ പറ്റാത്ത ഞാൻ അവിടെ പറഞ്ഞു. അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ജസ്റ്റ് കയറിയിട്ടുള്ളൂ, ഇപ്പം ഇറങ്ങാൻ പറ്റിയ അവസ്ഥയൊന്നുമല്ല, നിങ്ങൾ വേറെ ആൾ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, സാലറി എത്ര വേണമെന്ന് വെച്ചാൽ കൂട്ടി തരാം, സ്റ്റേ തരാം, ഫുഡ് തരാം, എല്ലാം പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാം, ഇങ്ങനെ കയറിയിട്ടുള്ളൂ, 3 മാസം കഴിയാണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു എന്നാൽ 3 മാസം 4 മാസം എത്ര മാസമാണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇറങ്ങാൻ പറ്റിയൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യും, വി നീഡ് യു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് സംസാരിച്ചു ഗൈസ്. ശമ്പളം എത്ര എന്ന് വെച്ചാൽ കൂട്ടി തരാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും പറ്റൂല. അപ്പം അവർക്കും മനസ്സിലായി ഇപ്പം കയറിയോണ്ട് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് അവർക്കും മനസ്സിലായി. അപ്പം അവർ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ലൈക്ക് എപ്പോഴെങ്കിലും ഇറങ്ങാൻ പോകുമ്പോൾ ഡു കോണ്ടാക്ട് അസ്, വി നീഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ കോണ്ടാക്ട് ചെയ്യാം, എന്തായാലും നോക്കട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എപ്പോഴാന്ന് വെച്ചാൽ ഇറങ്ങുമ്പോൾ ഒന്ന് പറയണേന്ന് പറഞ്ഞു. ഇത്രയും വലിയ ഡിമാൻഡൊക്കെ ആയി, എനിക്ക് ഇത്ര പെട്ടെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എന്തായാലും ഇത്രയുള്ള വിശേഷങ്ങൾ ഗൈസ്. അപ്പം നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും